ഹലോ മകളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് എക്സാമിനറിൻ്റെ ബാച്ചിൽ തന്നെ പഠിക്കേണ്ട ആവശ്യം? എന്താണ് എക്സാമിനറുടെ ബാച്ചിന് ഇത്രയും സ്പെഷ്യാലിറ്റി? അത് +1 അഗ്നി ബാച്ച് ആയിക്കോട്ടെ, +2 വേറെ ബാച്ച് ആയിക്കോട്ടെ, എന്താണ് ഇത്രയും വലിയ ഹൈപ്പൊക്കെ ചെയ്ത് വലിയ സംഭവമായിട്ട് പഠിപ്പിക്കുന്നതിൻ്റെ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പം ഇതിൽ ഫസ്റ്റ് ഉത്തരം നമ്മൾ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഫീച്ചേഴ്സാണ്. ബാച്ചിൽ ലൈവ് ക്ലാസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ഇതുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ആർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇൻഫാക്ട് നമ്മൾ കേരളത്തിൽ തന്നെ നല്ല നല്ല ലേണിംഗ് പ്ലാറ്റ്ഫോംസ് എടുത്താൽ അവർക്കൊക്കെ ഉണ്ടാകുന്ന ഫീച്ചേഴ്സ് ആയിരിക്കും ഒരുപക്ഷെ പല ഫീച്ചേഴ്സ് ഇതിൽ. അപ്പോൾ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് എക്സാമിനർ ഭയങ്കര എന്തോ കാര്യം ചെയ്യുന്നുണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. 1-2 ഫീച്ചറൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, അത് ശരിക്കും ഉപയോഗിക്കുന്ന കുട്ടിക്ക്. പക്ഷെ അതിലുപരി എന്തുകൊണ്ട് എക്സാമിനർ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എക്സാമിനറുടെ കുട്ടികൾ. എക്സാമിനറുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എന്തോ സ്പെഷ്യൽ കുട്ടികളായതുകൊണ്ടൊന്നല്ല. എക്സാമിനറുടെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ ഒരു കാര്യം, ആ കുട്ടികൾ എക്സാമിനറിൻ്റെ ബാച്ചിലെ ഓരോ കാര്യങ്ങളും ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താ, മെയിനായിട്ട് ക്ലാസ്സുകൾ, അത് തന്നെയല്ലേ മെയിനായിട്ട്, അതിനല്ലേ നിങ്ങൾ ഫീസ് കൊടുക്കുന്നത്. ആ ക്ലാസ്സുകൾ കൃത്യമായി ഉപയോഗിച്ച് പഠിച്ച കുട്ടികളാണെങ്കിൽ അവരിതാ ഈ ലെവലിലെത്തിയിട്ടുണ്ടാവും. അതായത് കഴിഞ്ഞ വർഷം +1 റിസൾട്ട് വന്ന സമയത്ത് 29 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആയിരുന്നു നമ്മൾ +1 അഗ്നി ബാച്ച് എന്നുള്ളത്. 520-ൽ 520 മാർക്ക് നേടിയ കുട്ടികളാണ് ഇവർ. ഇനി മനസ്സിലാക്കേണ്ടത് എല്ലാവരും എക്സാമിനർ പഠിച്ചിട്ട് ഫുൾ മാർക്ക് കിട്ടാൻ പോകുന്നുണ്ടോ? ഇല്ല. പക്ഷെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ പല കുട്ടികളും എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞാൽ അവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് ഉറപ്പാണ് അവർ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് അതിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് 520 ഔട്ട് ഓഫ് 520 കിട്ടില്ലായിരുന്നു. ഇൻഫാക്ട് ഇതിൽ പലരോടും ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അത് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെ എക്സാമിനറിൻ്റെ ബാച്ച് ഇല്ലായിരുന്നെങ്കിൽ ഇതിൽ പല കുട്ടികളും 95% പോലും മാർക്ക് വാങ്ങില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഞാൻ മനസ്സിലാക്കിയത് അവർ എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫുൾ മാർക്ക് ഇല്ലാത്ത പല കുട്ടികളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ കാണിക്കുമ്പോൾ ഫുൾ മാർക്ക് എപ്പോഴും കാണിക്കുമല്ലെങ്കിലും 99% അച്ചീവ്മെൻ്റ് അല്ലേ? തീർച്ചയായും അച്ചീവ്മെൻ്റ് ആണ്. 98 അച്ചീവ്മെൻ്റ് അല്ലേ? വളരെ വലിയ അച്ചീവ്മെൻ്റ് ആണ്. എത്ര പേർക്ക് കിട്ടും 90% കേരളത്തിൽ? 95 അച്ചീവ്മെൻ്റ് അല്ലേ? തീർച്ചയായിട്ടും 90 അച്ചീവ്മെൻ്റ് അല്ലേ? യെസ്. ആർക്കാ 90 അച്ചീവ്മെൻ്റ് ആവുക? അതായത് ബാച്ചും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ഇതുപോലത്തെ ഒരു എക്സാമിനർ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ 75% വാങ്ങിക്കാൻ വിധിക്കപ്പെട്ട കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് 90% കിട്ടുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ലൈഫിൽ. ആ അച്ചീവ്മെൻറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയതാണ് എക്സാമിനറിൻ്റെ ക്വാളിറ്റി. ആ ക്വാളിറ്റി തൽക്കാലം നമുക്ക് ഈ ഫുൾ മാർക്കിൻ്റെ പിക്ചേഴ്സ് വെച്ചിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ പല ഇതുപോലത്തെ മുഖങ്ങളും ഉണ്ട്. ഇതിനേക്കാളും വലിയ അച്ചീവ്മെൻറ്റ് അവരുടെ ലൈഫിൽ ഉണ്ടാക്കിയവർ. ചിലപ്പോൾ പേഴ്സൻറ്റേജ് പറയുമ്പോൾ 85% ഉണ്ടാവുള്ളൂ, പക്ഷെ അവരുടെ ലൈഫിൽ അത് ഈ ഫുൾ മാർക്കിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു മാറ്റമാണ് നമ്മൾ പ്രോമിസ് ചെയ്യുന്നത്. പക്ഷെ ആ മാറ്റത്തിന് ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, എക്സാമിനർ കൊടുക്കുന്ന ക്ലാസ് അത്രയും ക്വാളിറ്റി ക്ലാസ് ആയിരിക്കും, അതിലൊരു സംശയമില്ല. അതിൻ്റെ പ്രൂഫാണ് ബാക്കിൽ നിൽക്കുന്നത്. അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇവരുടെ ഫോട്ടോൻ്റെ ഇതിലും വെച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ചാപ്റ്ററിൻ്റെയും നിങ്ങൾ ജസ്റ്റ് പേരടിച്ച് എക്സാമിനർ എന്നും കൂടെ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ക്ലാസ് അവിടെ ഉണ്ടാവും. ആ ക്ലാസ് എടുത്ത് കണ്ടു വെക്കുക, അതിൽ വരുന്ന കമൻസും വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ അത് ബാച്ചിൽ അതിനപ്പുറം ലെവലിലായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്, അതിലൊരു സംശയമില്ല. കൂടാതെ ബാക്കിയുള്ള എക്സ്ട്രാ കുറേ കാര്യങ്ങളും. പക്ഷേ ഇതിവിടെ ഉള്ളതുകൊണ്ട്, ബാച്ചിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. അല്ല നിങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നില്ല. ചേഞ്ച് എപ്പോഴാണ് വരാൻ പോകുന്നത്? അത് നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചാൽ, അത് എവിടെയാണെങ്കിലും അങ്ങനെയാണ്. എക്സാമിനർ എന്ന് മാത്രമല്ല, ഏത് പ്ലാറ്റ്ഫോമിൽ ഏത് ട്യൂഷൻ ക്ലാസ്സിൽ നിങ്ങൾ പോവുകയാണെങ്കിലും, ക്ലാസ്സിൽ പോയിട്ട് സെമി ഉറക്കത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന പലരെയും എനിക്കറിയാം, ഞാനും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന ഫീസ് വെറും വേസ്റ്റാണ്. നിങ്ങൾ പോകാതിരിക്കാൻ നല്ലത്. എന്തിനാണ് നിങ്ങൾ വെറുതെ പോകുന്നത്? അങ്ങനെ ചെയ്യുന്നതിൽ ഒരു പോയിന്റ് ഇല്ല. തന്നിരിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ വലിയ മാറ്റം അത് ഞാൻ പ്രോമിസ് ചെയ്യാം. ഫുൾ മാർക്ക് പ്രോമിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല, 99% പ്രോമിസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ആ ഒരു മാറ്റം 70-ന്ന് 85-ലേക്കും 85-ന്ന് 95-ലേക്കുള്ള മാറ്റം അതെനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സാമിനർ ചൂസ് ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.